കിടിലൻ സ്ഥലമാണ്. ഒരു മനുഷ്യൻ വന്നിട്ടില്ല കണ്ട്. അധികം മലയാളികൾക്കൊന്നും അറിയില്ല ഈ സ്ഥലത്തിനെ കുറിച്ച്. BP പേഷ്യൻസ് ഒന്നും ഇങ്ങോട്ട് വരരുത്. ഇതാണ് അടുത്ത വ്യൂസ്. ഹലോ, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഹിമാചലിൽ ഡൽഹൌസി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഡൽഹൌസിയിൽ ഇന്ന് ഫെബ്രുവരി 8-ാം തീയതി. അപ്പോൾ നമ്മൾ മഞ്ഞ് പെയ്തിക്കണേ. ഇന്നല്ല, ജനുവരി 26-ാം തീയതി പെയ്ത മഞ്ഞാണ്. അപ്പോൾ നമ്മൾ കുളു മണാലി സൈഡിലൊക്കെ ഉള്ള മഞ്ഞ് പറഞ്ഞാൽ നമ്മൾ ടൂറിസ്റ്റൊക്കെ പോയി ആകെ എരപ്പാക്കി ചളി പിള്ളിക്കാരം അവിടെ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചിരുന്ന മഞ്ഞ് പറഞ്ഞാണല്ലോ അൺടച്ച്ഡ് ആയിട്ടുള്ള മഞ്ഞാണ്. ഇതുവരെ ആരും തൊടാത്ത മഞ്ഞ്. അപ്പോൾ ഞങ്ങളിന്ന് കുറച്ച് ആൾക്കാരെ കൂടിക്കാണ്ട് ട്രെക്കിങ് പ്ലാൻ ചെയ്ത് അങ്ങനെ ട്രെക്കിങ്ങിലാണുള്ളത് ഇപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് വിഷ്വൽസ് കാണിച്ചുതരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ്, ഷെയർ ചെയ്യ്. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളെ ഡൽഹിക്ക് ട്രെയിൻ കയറുക, പൈസക്കാരാണെങ്കിൽ ഫ്ലൈറ്റിന് പോകുന്നോളി കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ നിന്ന് പത്താംകോട്ടേക്ക് ട്രെയിൻ ഉണ്ട്. അല്ലെങ്കിൽ ഡൽഹൌസിക്ക് ISBT കാശ്മീരി ഗേറ്റിൽ നിന്ന് ഡയറക്റ്റ് ബസ്സും ഉണ്ട്. അങ്ങനെയും പോരാ, ഡൽഹൌസി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഡൽഹൌസിയിൽ വന്നിട്ട് നിങ്ങൾക്ക് റെൻ്റ് ബൈക്കോ അല്ലെങ്കിൽ റെൻ്റ് കാറോ കിട്ടും, അതെടുക്കുക. ബൈക്ക് ഞാൻ റെഫർ ചെയ്യണില്ല, കാരണം എന്താ വെച്ചാൽ റോഡൊക്കെ നല്ല സ്ലിപ്പറി കാരണം ഐസായിട്ടുണ്ടാവും റോഡിലൊക്കെ. അപ്പോൾ ഇവിടെ മഞ്ഞ് വീണ സമയം എന്ന് പറഞ്ഞാൽ ജനുവരി പകുതി മുതൽ മഞ്ഞ് പ്രതീക്ഷിക്കാം. ഇവിടുത്തെ മഞ്ഞ് പറഞ്ഞാൽ കുറേ കാലം നിൽക്കും, ഒരു മാർച്ച് പകുതി വരെ. മാർച്ച് ലാസ്റ്റ് വരെ ഉണ്ടാവും. പിന്നെ BP പേഷ്യൻസ് ഒന്നും ഇങ്ങോട്ട് വരരുത്, നല്ല ഓക്സിജൻ്റെ കുറവുള്ള സ്ഥലമാണ് ഇവിടെ. പിന്നെ ഇങ്ങനെ ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെ ശ്വാസം മുട്ടണതൊക്കെ. പിന്നെ വരുന്ന സമയത്ത് വെള്ളമൊക്കെ എന്തായാലും വെള്ളം കരുതണം കയ്യിൽ. അവിടുന്ന് ഡൽഹൌസി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മേലേക്ക് പോന്നാൽ ഡൈക്കുണ്ട് പറഞ്ഞ സ്ഥലത്തും അവിടെയാണ് നിങ്ങൾക്ക് ആരും തൊടാത്ത മഞ്ഞ് കിട്ടുക. അപ്പോൾ അധികം മലയാളികൾക്കൊന്നും അറിയില്ല ഈ സ്ഥലത്തിനെ കുറിച്ച്. അപ്പോൾ ഹിമാചലിലേക്ക് കുളു മണാലിയൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഒരു വട്ടം ഇങ്ങോട്ടൊക്കെ ഒന്ന് കാണി. ഞാൻ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. മണാലിയിലും മറ്റേ കാശ്മീരിലൊക്കെ ഉള്ള പോലെ മറ്റേ ഏജൻസി വന്നുകൊണ്ട് ഈ പാക്കേജ് എടുത്തോളി ആ പാക്കേജ് എടുത്തോളി പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ എഴുതി തരാം, നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ മതി. ഞാൻ എങ്ങനെ വരേണ്ടത്, എവിടെ വരേണ്ടത്, എങ്ങനെ പോകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏജൻസി ഉണ്ട്, പക്ഷേ അതിലും നല്ലത് നിങ്ങൾ ഒറ്റക്കായിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. പിന്നെ ഈ സ്ഥലത്ത് നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ധോലധാർ മലനിരകൾ എന്ന് പറഞ്ഞാൽ ധോലധാർ പർവ്വതം. അവിടെയൊക്കെ മഞ്ഞ് പെയ്തിട്ടുണ്ട്. ആദ്യം അവിടെയാണ് മഞ്ഞ് പെയ്യുക, ആ മലയിൽ മഞ്ഞ് പെയ്തതിന് ശേഷമാണ് ഡൽഹൌസിക്ക് മഞ്ഞ് പെയ്യുക. അപ്പോൾ നമ്മൾ പകുതി ട്രക്ക് ചെയ്തെത്തിയാണ്. ഇത് മുസ്താഖ്, ഇത് സച്ചിന്, ഇത് അരവിന്ദ്, ഇത് ആശിഷ് സാറ്, ഇത് രാജേഷ് സാറ്. ബേക്കിൽ ഒരാൾ വീട്ടിലുണ്ട് ഇവിടെ, അതാണ് ഷൈൻ സാറ്, തിരുവനന്തപുരത്തുള്ളതാണ്, മലയാളിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. അവിടെയും 2 ആൾക്കാർ വരുന്നുണ്ട്, ഒരു പതുക്കെ അങ്ങനെ ഇറങ്ങി വരുന്നുള്ളൂ. ഇതാണ് നമുക്ക് മുന്നേക്ക് പോകാനുള്ള സ്ഥലം. ഇതൊക്കെയാണ്, ഇത് മറ്റേ അമ്പലത്തിലേക്കുള്ള വഴിയാണ്. അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ എത്തുമ്പോൾ അമ്പലം കാണിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ
ട്രക്കിങ് ഏകദേശം പകുതി എത്തിക്കണ്. ഇനി കുറച്ചും കൂടി ഉണ്ട്. ചെറുതായിട്ട് വഴുക്കലൊക്കെ ഉണ്ട് വഴിയിൽ. സോ കെയർഫുള്ളായിട്ട് വരണം വരുന്നവർ. ഇതൊക്കെ നമ്മൾ പോകാനുള്ള വഴിയാണ്. അങ്ങനെ അമ്പലത്തിലെ പൂജാരിയും പിന്നെ എൻ്റെ ടീംസൊക്കെ പോയിട്ടാണ് ഇങ്ങനെ അയക്കണത്. വേറെ അധികം ആൾക്കാർക്കും അങ്ങോട്ട് പോകാനുള്ള അങ്ങോട്ട് കടക്കാനുള്ളതില്ല. സോ ഇതാണ് നമ്മൾ വഴി. കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ വഴി. ഇതാണ് വഴി, പോകുന്ന വഴി ഭയങ്കര ഡേഞ്ചറാണ്. താഴേക്ക് ഫുള്ള് ഇങ്ങനെയാണ്, കുത്തനെയുള്ള സ്ഥലമാണ്. ഞാനിപ്പോൾ വേണ്ടിയിരുന്നു. വാപ്പേ സച്ചു പാഗൽ हो चुका है. ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷ്വൽസ്. അടിപൊളി വിഷ്വൽസാണ്. നോക്കി നടക്കണം, ഇല്ലെങ്കിൽ അരവിന്ദ് കണ്ടാ ചിരിക്കുന്നത്. അരവിന്ദിൻ്റെ കയ്യിൽ മണ്ണാണ്. ഞങ്ങൾക്കവിടെ പോയിട്ട് മാഗി ഉണ്ടാക്കലാണ്. മാഗി വാങ്ങിച്ചിക്കണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇത് സച്ചു എന്തോ നോക്കിക്കണം. അവിടെ ആരും ഉണ്ട് തോന്നുന്നുണ്ട്. ഈ ആശിഷ് സാറ് പറയുന്നത് കുറച്ച് മരങ്ങളൊക്കെ എടുത്തു വെക്കാണ്. കാരണം ഫുഡ് ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് മുസ്താഖാണ്. മുസ്താഖിന് ഇവിടെ ഒരു വീടുണ്ട് കുറച്ചപ്പുറത്ത്. അപ്പോൾ ഓനെന്താ പറഞ്ഞു വെച്ചാല് അവിടെ चलेंगे सीधा आगे मंदिर से ऑलमोस्ट 500 मीटर. वहाँ पे जाके हम स्लाइड करेंगे. बहुत अच्छा व्यू है वहाँ देखने के लिए. മുസ്താഖ് എന്താ പറഞ്ഞു വെച്ചാല് ഈ മന്ദിറിന്റെ അവിടെ നിന്ന്, അതായത് അമ്പലത്തിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ പോയാൽ അവിടെ അവൻ്റെ വീടാണ്. അത് വീട് പറഞ്ഞാൽ തണുപ്പല്ലാത്ത സമയത്ത് ഇവർ ഇവിടെ കന്നുകാലികളെ മേയ്ക്കാൻ വരുന്ന സ്ഥലമുണ്ട്. അവിടെ എനിക്ക് വീടുണ്ട്. ആ വീടിൻ്റെ അവിടെ നല്ല അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞത്. അതായത് അങ്ങോട്ട് ആരും പോവാറില്ല മഞ്ഞ് പെയ്താൽ. അപ്പോൾ നമ്മളാണ് ആദ്യമായിട്ട് പോകുന്നത് അങ്ങോട്ട്. വഴിയൊക്കെ വെട്ടിയിട്ട് വേണം പോകാൻ. അപ്പോൾ അവിടെ നല്ല സ്ലൈഡ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്നാണ് മുസ്താഖ് പറയണത്. നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഈ അത്യാവശ്യം നല്ല ഡേഞ്ചർ ആയിട്ട് മുസ്താഖ് അതിനെ പറയണത്. ആദ്യം ആരും വന്നിട്ടില്ല തോന്നുന്നുണ്ട് ഈ വഴിക്ക് ഇന്ന്. ഇത് മറ്റേ അമ്പലത്തിക്കാരൊക്കെ പോയ വഴിയാണ്, കാൽപ്പാട കാണുന്നുണ്ട്. സോ പിന്നെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു കരടി ഉണ്ട്. കരടി വിത്ത് ഫാമിലിയാണ്. സോ മന്ദിരം വരെ അമ്പലം വരെ ഓക്കെയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ ഒരു ഹിമകരടി ഉണ്ട്, വെള്ളക്കരടി വിത്ത് അവൻ്റെ ഫാമിലി. സോ അവൻ്റെ ഏരിയയിലേക്ക്, അവൻ്റെ ടെറിട്ടറിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ അത് നോക്കണം. പിന്നെ ഇവിടെ മറ്റേ ചീറ്റനെ പോലത്തെ വേറെ സാധനമില്ലേ? मुस्ताक यहाँ पे एक लेपर्ड वगैरह है क्या? लेपर्ड बहुत ज्यादा. अच्छा, यहाँ पे आगे तो बहुत बार देख भी चुका हूँ. यहाँ से जब हम जो रास्ता हम अभी यूज कर रहे हैं ना, इसी रास्ते में आगे जाके दिखाई भी देते हैं हमें. बहुत बार देख भी चुके हैं. अच्छा, അതായത് ഇവൻ പറയുന്നത് വെച്ചാൽ ലെപ്പേഡ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇത് ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്കാണ് ലെപ്പേഡിൽ പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു ടീമായിട്ട് പോകുമ്പോൾ പ്രശ്നമില്ല. നിങ്ങൾ 1-2 ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം. വരുന്ന ആൾക്കാർ ടീമായിട്ടോ അല്ലെങ്കിൽ താഴ്ന്ന ആരെങ്കിലും മേലേക്ക് ട്രക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരെ കൂടെ ട്രക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തിക്കണേ. മന്ദിറിൻ്റെ അടുത്ത് എത്താൻ ഇനി ഒരു 500 മീറ്ററും കൂടി ഉള്ളൂ. ആ മന്ദിർ കാണുന്നില്ല, ഇതാ കാണുന്നതാണ് മന്ദിർ, അതായത് അമ്പലം. സോറി, ഹിന്ദി. ഇതാണ് അടുത്ത വ്യൂസ്. അടിപൊളി വ്യൂ ആണ്. ഇങ്ങനെ അതാ ഒരു മനുഷ്യൻ തൊടാത്ത മഞ്ഞാണത്. നമ്മൾ ഏകദേശം മഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ വഴിയൊക്കെ കണ്ടു തുടങ്ങിങ്ങനെ. ഇതാണ് വഴി അങ്ങോട്ട് പോകാൻ. സോ മുന്നിൽ അവിടെ മന്ദിർ കാണുന്നുണ്ട്. ഇത് അടിയിൽ ഇങ്ങനെ ഓരോ പോസ്റ്റ് ഉണ്ട്. മന്ദിറിലേക്ക്, അമ്പലത്തിലേക്ക് വരുന്നവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള പോസ്റ്റാണ്. അങ്ങനെ നമ്മൾ മന്ദിറിന് മുന്നിൽ എത്തിക്കണു. ഇവിടെ മനുഷ്യരൊന്നുമില്ല, ഇവിടെ കടകളൊക്കെ ഉണ്ടാവും, പക്ഷെ ഇപ്പോൾ ആരും തുറന്നിട്ടൊന്നുമില്ല. ആൾക്കാർ ഇങ്ങോട്ട് വരാത്തതുകൊണ്ടാണ് ഇവർ തുറക്കാത്തത്. ഇവിടെ ടീ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ, അടുത്ത വിഷ്വൽസ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥലം. ഇതാണ് മന്ദിരം. ഇവിടുത്തെ കാണിച്ചു തരാം, അടിപൊളിയാണ്.
അടിപൊളി. ഇവിടെ ആർക്കും വേണമെങ്കിൽ കയറാട്ടോ വന്നിട്ട്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. മതമോ ജാതി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതാണ് അവിടുത്തെ പൊലാനി മാതാറിൻ്റെ ഒരു മന്ദിർ. ഓക്കെ, ഇതാണ് അവിടുത്തെ പ്രതിഷ്ഠ. വെളിച്ചത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, നല്ല വെയിലാണ്, അതുകൊണ്ടാണ്. ഇതാണ് അവിടുത്തെ വ്യൂ, പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. നമ്മള് മന്ദിറിനോടൊന്ന് മുന്നിക്ക് പോകുന്നിങ്ങനെ, ഓലൊക്കെ വരുന്നുള്ളൂ. ഇതാണ് വഴി, മുന്നിക്ക് പോകാനുള്ള വഴി ഇതാണ്. അടിപൊളിയല്ലേ, കിടിലൻ സ്ഥലമാണ്. ഒരു മനുഷ്യൻ വന്നിട്ടില്ല കണ്ട്, അടിപൊളിയല്ലേ, അടിപൊളി. അപ്പം ഈ കൊല്ലം എന്തായാലും മഞ്ഞൊക്കെ കഴിയണില്ലേ. ഇനി അടുത്ത കൊല്ലം ആരെങ്കിലും മറ്റേ കുളു മണാലി സൈഡൊക്കെ പോകാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവിടെ ഫുള്ള് തിരക്കും ബ്ലോക്കും റോഡ് ബ്ലോക്കും ഒക്കെ കാരണം അങ്ങോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം. സോ അതുകൊണ്ട് നല്ല പൈസക്കും അത്ര ചിലവില്ല, അത്ര ദൂരം പോകണ്ട. ഒരു 2 ദിവസം നിൽക്കാനുള്ള, 2 ദിവസം നിന്ന് കാണാനുള്ള ഉള്ളൂ ഇവിടെ, അതിൽ കൂടുതലൊന്നുമില്ല. അവിടെ കുളു മണാലിനെ പോലെ 4-5 ദിവസമൊക്കെ വെറുതെ നിന്നിട്ട് പൈസ കളഞ്ഞൊരു ആവശ്യമില്ല. ഇവിടെ വരിക, മഞ്ഞത്ത് കളിക്കുക, തിരിച്ച് പോവുക, അത്രേ ഉള്ളൂ, 2 ദിവസം. അപ്പോൾ ഒരാഴ്ചക്കുള്ള പ്ലാൻ ചെയ്തിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചാബിലും കുറച്ച് കാണാനൊക്കെ ഉണ്ട്. അമൃത്സർ, അതായത് നിങ്ങൾ ട്രെയിൻ ഇറങ്ങുന്ന സ്ഥലം, അതായത് പഞ്ചാബിൽ പത്താംകോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് ട്രെയിൻ ഇറങ്ങിയാൽ അവിടുന്ന് ഒരു 100 കിലോമീറ്റർ അപ്പുറത്ത് ഒരു അമൃത്സർ നമ്മളെ ഗോൾഡൻ ടെമ്പിളൊക്കെ അല്ലേ, അതൊക്കെ അവിടെയാണ്. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വരിക, മഞ്ഞും കാണാം, ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടെ കാണുകയും ചെയ്യുക. പിന്നെ അമൃത്സറിലാണ് മറ്റേ വാഗ ബോർഡർ, നമ്മളെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഇല്ലേ, പരേഡൊക്കെ നടക്കുന്ന ബോർഡർ ഡെയിലി. അപ്പോൾ അതൊക്കെ കാണാം, അതും കാണാൻ പറ്റും ഈ ഒരു ഒരാഴ്ചക്കുള്ള പ്ലാനിറ്റ് വന്നാൽ. സോ അടിപൊളി സ്ഥലമാണ്, അടിപൊളി. നല്ല സൂര്യൻ, നല്ല വെയിലാണ് ഇവിടെ, തണുപ്പൊന്നുമില്ല. ഞാൻ കോട്ടൊക്കെ ഊരി കൈക്കെ പിടിച്ചു. മഞ്ഞ് മാത്രമുള്ളൂ, പ്രത്യേകിച്ച് തണുപ്പൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ വരിക ഇങ്ങോട്ട് എല്ലാവരും, അടിപൊളി. ഞങ്ങൾ കൊണ്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം ബാക്കിൽ ടീംസ് ഉണ്ട്, ഫുൾ ടീംസാണ്. നമ്മളെ രാസ്ത വഴി കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഹിന്ദിക്ക് വരുന്നുണ്ട് കേട്ടോ, ക്ഷമിക്കണം. നമ്മുടെ വഴി കുറച്ച് എന്താ ഡേഞ്ചറാണ്, വീണ്ടും പറയണേ. കാരണം എന്താ വെച്ചാൽ കാണിച്ചിട്ടുണ്ടായി, അത്യാവശ്യം ഫുള്ള് താഴേക്ക് കുണ്ടണേ. അവിടുത്തെ മലമ്പലൊന്നും മഞ്ഞൊന്നുമില്ല, പക്ഷെ നമ്മൾ നിൽക്കണ മലമ്പലൊക്കെ ഫുള്ള് മഞ്ഞാണ്. ചലോ ആകെ ചലത്തെ ഹേ ഓർ ലക്കടി ഡൂണ്ടത്തെ. ഞങ്ങൾ മാഗിയൊക്കെ കൊണ്ടുവന്നാണ്. അപ്പോൾ മേലെന്ന് വന്നിട്ടാണ് ഞങ്ങൾക്ക് എന്താ പറയുക മാച്ചസും, അതായത് അമ്പലത്തിൻ്റെ അടുത്ത് 2-3 കടകളൊക്കെ ഉണ്ടായിരുന്നു. ആ കടകളിൽ നിന്നാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ മാഗി എന്തായാലും ബാഗിലിട്ടിരുന്നേ, അതെന്തായാലും നന്നായി. പിന്നെ ഞാനൊരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടാക്കാം. ഇനി മേലെ പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് വിറക് എടുക്കണം. മുന്നിലുള്ള വഴി കാണിച്ചുതരാം. ആകെ ഒരാൾക്ക് പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ മുന്നിൽ, ഒരാൾക്ക് പോകാനുള്ള വഴിയുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇവിടുത്തെ മുസ്താഖേ, यहाँ पे ये रास्ता कौन बनाया होगा? हाँ, ये सच्चू पागलपंती कर रही है यहाँ पे. सच्चू ने बरामदा इन्हें തോന്നുന്നത്. हाँ, ये बताओ ना रास्ता कौन बनाता है? ये रास्ता अच्छा, ഇതിന്റെ മുന്നിൽ കുറച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഒരു ഗ്രാമം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങോട്ടുള്ള ആൾക്കാരാണ് ഈ വഴി ഉണ്ടാക്കിയെന്നാണ് മുസ്താഖ് പറഞ്ഞത്. സോ നമ്മൾ ആ വഴി കൂടെയാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 800 മീറ്റർ ഉണ്ടെന്നാണ് മുസ്താഖിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞത്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമ്മളെ തറകിലാണ് രാജേഷ് ജി. बताओ ना कुछ हमारे ट्रैकिंग के बारे में.
ट्रैकिंग के बारे में कैसा क्या बताएंगे, मैं तो आपके पास फर्स्ट टाइम आपके साथ ही आया हूँ। अच्छा और चलो मुश्ताक बोल रहा था कि रास्ता थोड़ा सा खतरनाक है, ओके ओके संभल रास्ता संभल बहुत के। डेंजर है, हाँ तो गाइस थोड़ा आराम आराम से चलना सब लोग। ഓക്കെ ഞാനും വീഴുന്നൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് കാണാത്തത്, यहाँ से हमारी ഫോൺ हिंदी പിടിക്കുന്നുണ്ട്. വിറകും വേണം നമുക്ക് കളക്ട് ചെയ്യാൻ, കാരണം ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ വിറക് വേണം. അത് മുസ്താഖ് അവിടെ വിറക് എടുക്കുന്നുണ്ട്. മുസ്താഖും മുസ്താഖ് അവിടെ വിറക് പൊട്ടിക്കുന്നുണ്ട്. നമ്മൾ രാജേഷ് ജി കുറച്ച് വിറക് എടുത്തിട്ട് വരുന്നുണ്ട്. ഇതാണ് ये 2-4 लकड़ियाँ कसम से मैगी बनवा सकती है, और लकड़ियाँ है नहीं हमारे पास। रुक जाओ इधर से ही निकलते हैं लकड़ियाँ। പുസ്തകം വരുന്നത് അവിടെ വിറക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. രാജേഷ് ഇത് അവിടെ മരത്തിലൊക്കെ കയറിയിട്ട് ഇത് പറിക്കുന്നുണ്ട്. വെളിച്ചത്തിന് ചെറിയ പ്രശ്നമുണ്ട്, കാരണം എന്താ വെച്ചാൽ നമ്മളെ നേരെ സൈഡിലാണ് സൂര്യനുള്ളത്. എൻ്റെ മുഖമൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ടല്ലേ. സോ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുത്തനുള്ള വഴിയാണ്, നല്ല കുത്തനെയാണ് ഇങ്ങനെ പോകുന്നത്. ഇവിടെ നിന്ന് എങ്ങാനും തെന്നി വീണാൽ പിന്നെ താഴെ കജിയാറ മസാലുണ്ട്, അവിടെ പ്രതീക്ഷിച്ചാൽ മതി. നമ്മൾ വഴി നോക്കി, ഇതാണ് വഴി. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ബൈക്ക് കൂടെ ആകെ 1-2 വട്ടേ ആൾക്കാർ പോയിട്ടുള്ളൂ. ഇതാണ് നമ്മൾ വഴി ഇങ്ങനെ ഇതാ. ഓക്കെ, ഇത് ഇവിടുത്തെ ലോക്കൽ ടീംസ് ഉണ്ടാക്കി വെച്ചാണെന്നാണ് പറഞ്ഞത്. ഇതാ കുറച്ച് വിറക് കിട്ടിയിരുന്നു മുസ്താക്ക്. कैसे कैसे कष्ट करना पड़ता है यहाँ डलहौजी में। लोग बोलते हैं कि बर्फ में लोग रहते हैं, मजे लेते हैं। आप ही हमें बताओ, आप लोग घूमने के लिए आते हो तो आपके मजे होते हैं, हमारे थोड़ी मजे होते हैं। മുസ്താഖ് എന്താ പറഞ്ഞ വെച്ചാല്, അതായത് ഇവിടെയുള്ള ആൾക്കാർ ഭയങ്കര മുഷ്കിലായിട്ടാണ് ജീവിക്കുന്നത്. അതായത് ഭയങ്കര ഇടങ്ങാറായിട്ടാണ് ജീവിക്കുന്നത്. ഇവിടെ കറങ്ങാൻ വരുന്നവർക്ക് എന്താ മഞ്ഞനോട് പോയാൽ പോരെ, ഞങ്ങളിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ വിറകൊക്കെ പൊട്ടിച്ചിട്ടും കളക്ട് ചെയ്തിട്ടൊക്കെ വേണം. നമ്മളെ മുന്നിലുള്ള വഴി കുറച്ച് ഡേഞ്ചറാണ്. നമ്മളെ ടീം വിറകൊക്കെ എടുത്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വ്യൂ അങ്ങനെ പൊളിയല്ലേ, വ്യൂ നോക്കി. ഇവിടെ ഒരു മരമുണ്ട്, അതായത് ഇവിടുന്ന് മറ്റേ കൈലാഷ് പർവ്വതം കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. നല്ല കാണാൻ പറ്റും കൈലാഷ് പർവ്വതം. അതിൻ്റെ അടുത്ത് തന്നെ ഒരു മരമുണ്ട്, മറ്റേ ശൂലത്തിൻ്റെ ഷേപ്പുള്ള ഒരു മരമുണ്ട് ഇവിടെ. ഞാൻ കാണിച്ചതാ. ഈ മരം കണ്ടോ, ഇതാണ് ശൂലത്തിൻ്റെ ടൈപ്പുള്ള മരം. ഇവിടുന്ന് നേരെ മുന്നിൽ നോക്കിയാൽ ആ കാണുന്നതാണ്, അതായത് അവിടെ കാണുന്നതാണ് കൈലാഷ് പർവ്വതം. അതിൻ്റെ നേരെ മുന്നിലാണ് ഈ ശൂലം പോലുള്ള ഒരു മരം ഉള്ളത്. അതായത് ആ കാണുന്നുണ്ടോ, ഇതാണ് കൈലാഷ് പർവ്വതം. അടിപൊളിയല്ലേ? ഇവിടുന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത്. അടിപൊളി വ്യൂ ആണ്. കണ്ടോ, ഒരു മനുഷ്യൻ വരാത്ത വഴിയാണിത്, ഒരു മനുഷ്യൻ തൊടാത്ത വഴിയാണ്. നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞിരിക്കുന്ന ആ മലയും കൂടി നമുക്ക് കവർ ചെയ്യണം. ഇതാ കാണുന്ന ആ മഞ്ഞുള്ള മലയും കൂടി നമുക്ക് കവർ ചെയ്യണം, എന്നാലേ നമ്മൾ സ്ഥലത്തെത്തുള്ളൂ. ഇവിടുന്ന് ഇപ്പോഴും വിറക് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. നമ്മളാ കുപ്പിയിൽ വെള്ളം തീർന്നുകൊണ്ട് മുസ്താഖ് അവിടെ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് മറ്റേ ഐസ് മെൽറ്റായിട്ട് വെള്ളം ഇങ്ങനെ ഒലിച്ചിട്ട് വരുന്നുണ്ട്. ആ വെള്ളം എന്താ മുസ്താഖ് ഇവിടെ കുപ്പി വെച്ചിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ഈ വെള്ളം ഇനി പോയിട്ട് കുടിക്കുന്നത് നാച്ചുറൽ പാനിയാണ്. മുസ്താഖ് പറയുന്നത് നാച്ചുറൽ പാനിയാണ്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുടിക്കുന്നതിന് പ്രശ്നമല്ല, നല്ല ഫുൾ മിനറൽസ് ആണെന്നാണ് പറയുന്നത്. മുസ്താഖ് എന്താ പറഞ്ഞു വെച്ചാൽ നമ്മൾ അങ്ങനെ ചുറ്റിപ്പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ നേരെ താഴേക്ക് ഇറങ്ങാന്നാണ് പറഞ്ഞത്. സച്ചു അങ്ങനെ പോയി, മുസ്താഖ് ഇതാ പോകുന്നുണ്ട്. മുസ്താഖ് ഇതാ പോണു. ചലോ അരവിന്ദ് സാറേ ഇറങ്ങി ഇല്ലേ? ओए नया रास्ता बनाओ, फिर नया रास्ता बनाओ. ഇപ്പൊ നമ്മളും അടിപൊളിയാണ്. चलो चलते रहो नीचे से.
वहाँ चले जाओ सारे पत्थर അപ്പോൾ നമ്മള് कहीं से बर्फ ले आओ। ഇവിടെ എത്തിക്കണേ. അവിടെ എത്തിക്കാണ്ട് നമ്മള് ഇവിടെ സച്ചു ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടുന്നു സച്ചു. പിന്നെ അവിടെ തീ എത്തിക്കുന്നുണ്ട്. ഉസ്താദ് അറിയുന്നവിടെ തീ എത്തിക്കള പരിപാടി. മണ്ണെണ്ണൊക്കെ പറഞ്ഞാണ് തീ എത്തിക്കുന്നത്. എന്താ തീ എത്തി. इसमें अरविंद लगा दूं साफ। हाँ डाल दे। नहीं वो नहीं क्यों? जल जाएगा लेके थोड़ी जाना है। हाँ चलो फिर कर दो. केरोसिन में काम आ जाएगा, छोड़ दो इधर ही। आएंगे ना दोबारा इधर छुपा जाएंगे कहीं पे। മാഗി റെഡി ആയി കൊണ്ടിരിക്കാണ്. മുസ്താഖ് മാഗി ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളിയാണ്. थोड़ा सा वजन रखूंगा तो उड़ जाएगी। अरे ज़्यादा पानी है क्या? ठीक है सर। ഇതാണ് മലൻ്റെ മുകളിലുള്ള മാഗി, പഹാടി മാഗി. छे लगाना छे. अरविंद लाइव प्लेट बोतल निकाल ले। काफी यार बनाने की जरूरत भी नहीं है पता। അപ്പോൾ ഞങ്ങളെ പിക്നിക്ക് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ടീം അതാ പോകുന്നുണ്ട് മുന്നിൽ. അപ്പോൾ മാഗിയൊക്കെ തിന്ന് അടിപൊളിയായി. അപ്പോൾ എൻ്റെ ആദ്യത്തെ വ്ളോഗാണിതിൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് അടിക്ക്, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യ്. ഓക്കെ ബൈ, താങ്ക് യു.